ആദ്യത്തെ കേരള സംസ്ഥാനത്തിലെ ഗവൺമെൻറ്റിൻ്റെ 1957 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനം തൊഴിൽ സമരത്തിൽ പോലീസ് ഇടപെടേണ്ടതില്ല എന്നുള്ളതായിരുന്നു. മറ്റൊട്ടേറെ കാര്യങ്ങൾ, അതിലേക്കൊന്നും ഇപ്പോൾ വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. ഇങ്ങനെ മാറി മാറി വന്ന് ഇപ്പോൾ എവിടം വരെ എത്തി? ഇപ്പോൾ മനുഷ്യന് ഏറ്റവും അധികം വിഷമതകൾ ഉണ്ടാകുമ്പോൾ, വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആശ്രയിക്കാവുന്ന ഏറ്റവും വലിയ സേന എന്ന നിലയിലേക്ക് പോലീസ് സേന മാറി. പടിപടിയായി വന്ന മാറ്റമാണ്. ആ മാറ്റത്തിന് ഉതകുന്ന പരിശീലന സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ എല്ലാ ആധുനിക പരിശീലനവും ലഭിച്ചിട്ടുണ്ട്. ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള പരിശീലനം മാത്രമല്ല, ദുരന്തങ്ങളിൽ എങ്ങനെ ഇടപെടണം, നിയമപരമായി കാര്യങ്ങൾ എങ്ങനെ നടത്തണം, ഇത്തരത്തിലുള്ള എല്ലാവിധ പരിശീലനവും നല്ല നിലക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുക. നിങ്ങളാണെങ്കിലോ ഈ അടുത്ത കാലത്ത് പോലീസ് സേനയിൽ കാണുന്നൊരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യത നേടിയവർ പോലീസ് സേനയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഡോക്ടറേറ്റ് നേടിയ ആളുണ്ട്, മറ്റൊട്ടേറെ ഉന്നത ബിരുദം സമ്പാദിച്ചവരുണ്ട്. ഇതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നില. അപ്പോൾ പഴയതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മുഖം ഇന്ന് പോലീസിനുണ്ട്. അത് ശക്തിപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. പോലീസിന് ഇത്തരമൊരു മുഖമുണ്ട് എന്ന് പറയുമ്പോൾ പോലീസ് സേനയിലെ എല്ലാവരും ആ തരത്തിലാണെന്ന് കാണേണ്ടതില്ല. കാരണം വലിയൊരു സേനയാണ്, ആയിരക്കണക്കിന് ആളുകൾ എഴുന്നേൽത്തിരിക്കുകയാണ്. ഒരു സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലുള്ള തെറ്റായ പ്രവണതകളുണ്ടോ, അത്തരം പ്രവണതകൾ ചിലപ്പോൾ പോലീസിനെയും സ്വാധീനിക്കാനിടയുണ്ട്. അപൂർവം ചിലർ തെറ്റായ വഴിക്ക് ചലിക്കുന്നവരുണ്ട്. അവരോടുള്ള സമീപനം ഒരു വിട്ടുവീഴ്ചയുടേതുമല്ല, കർക്കശമായ നിലപാടാണ്. അതിൻ്റെ ഭാഗമായി പോലീസ് സേനയിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വന്ന, പുറത്താക്കപ്പെട്ട ചിലരും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നാം കാണേണ്ടതാണ്. നിങ്ങൾ മാതൃകാപരമായ സർവീസ് ജീവിതം നയിക്കണം. ദീർഘമായി ഇപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ എപ്പോഴും നിങ്ങളുടെ ആപ്തവാക്യം മനസ്സിലുണ്ടാവുക, മൃദുഭാവേ ദൃഢകൃത്യേ. ഇത് പൂർണ്ണമായും പാലിക്കാൻ സാധിക്കണം. ജനങ്ങൾ അവരാണ് എല്ലാ സർവീസ് മേഖലയുടെയും യജമാനന്മാർ. ഇതായിരിക്കണം മനോഭാവം. ആ മനോഭാവത്തോടെ ജനങ്ങളെ സേവിക്കാനാവണം. പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നാളെ നിങ്ങൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ചുമതല വഹിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളെ സമീപിക്കുന്നവർ അവരെ നല്ല രീതിയിൽ പെരുമാറ്റം കൊണ്ടും അങ്ങോട്ടുള്ള സ്നേഹം നൽകൽ കൊണ്ടുമൊക്കെ മാതൃകാ പോലീസുകാരായി മാറാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയുള്ള നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നാൽ ചിലതിൻ്റെ നേരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത്.